ആത്മമിത്രം ആത്മമിത്രം യേശുയൻ. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രവുമാകുന്നു. കർത്താവ് തന്നെ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി ഇത് നിങ്ങളോട് സാക്ഷീകരിക്കുവാൻ എൻ്റെ ദൂതനെ അയച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. സഭകളോട് കർത്താവ് പറയുകയാണ്, ഞാൻ ദാവീദിൻ്റെ വേരാണ്, മാത്രമല്ല ഞാൻ ശുഭ്രമായ ഉദയനക്ഷത്രമാണ്. അതിരാവിലെ എന്നുള്ള സമയം കർത്താവ് എപ്പോഴും തൻ്റെ ജനത്തിന് വേണ്ടി ഇടപെടുവാൻ കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് കാണാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം നാം അതിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകും. രാവിലെ തോറും പുതിയതായ കൃപകളെ തരുവാൻ കഴിയുന്നവനായ ആ ശുഭ്രമായ ഉദയനക്ഷത്രം അവനാണ്. ഓരോ ദിവസവും അവൻ പുതിയ വഴികളിലൂടെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ഞാൻ അതികാലത്തെ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഞാൻ അതികാലത്ത് നിന്നെ അന്വേഷിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലും അകപ്പെട്ടപ്പോൾ ദാവീദിനോട് കർത്താവ് പറഞ്ഞു, നീ അതികാലത്ത് എഴുന്നേറ്റ് ഇത് ചെയ്യുക, അതികാലത്ത് എഴുന്നേറ്റ് യുദ്ധത്തിന് പോവുക. നീ അതികാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമായി തീരുന്നത് നിനക്ക് കഴിയും. 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഏത് പ്രശ്നത്തിൻ്റെയും അതികാലത്ത് അത് മൂർധന്യത്തിലെത്തുന്നതിന് ആ രാത്രിയുടെ ആ കഠിനതരമായ സമയങ്ങൾ കഴിഞ്ഞ് ഒരു പുതിയ പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുൻപായിട്ട് ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ദൈവം തൻ്റെ കൽപ്പനകളെ തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ പ്രസാദിച്ചപ്പോൾ മോശയോട് കർത്താവ് പറയുന്നത്, നീ അതിരാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. അതുപോലെ തന്നെ മോശ ചെയ്തു. അവൻ അതിരാവിലെ അത് ചെയ്ത് സീനായി പർവ്വതത്തിൽ കയറിയപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. അവൻ പറഞ്ഞത്, 1000 ദയപാലിക്കുന്നവനായ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുള്ളവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനായ നീതിമാനായ സർവശക്തനായ ദൈവത്തെ ദൈവം മോശയുടെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അധികാലത്ത് അവൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ അവനെ തന്നെ വെളിപ്പെടുത്തി തരും. അവൻ ആരാണ്, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവൻ്റെ വഴികൾ എന്തെല്ലാമാണ്. ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമുക്ക് അധികാലത്ത് എഴുന്നേറ്റ് അവൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ അവിടുന്ന് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. 46-ാം സങ്കീർത്തനം നമുക്കറിയാം. അവിടെ കോരഹപുത്രന്മാർ പറയുന്ന, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ദാവീദിൻ്റെയും മോശയുടെയും കോരഹപുത്രന്മാരുടെയും ജീവിതത്തിൽ അവനെല്ലായ്പ്പോഴും ആ ശുഭ്രമായ ഉദയനക്ഷത്രമായി അതികാലത്ത് തങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ അവർക്കൊക്കെ ഇടയായി. ഇന്നുള്ള നമ്മോടും കർത്താവ് ആ സഭകളോട് സാക്ഷീകരിച്ചാണ് പറയുന്നത്. ഇന്ന് വസിക്കുന്ന പുതിയ യെരൂശലേം അല്ലെ പുതിയ നിയമസഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ ദാവീദിൻ്റെ വേര്, അതായത് ഞാൻ ആ പഴയ നിയമത്തിൻ്റെ വേരായവൻ മാത്രമല്ല, ഞാൻ ശുഭ്രവും ശുദ്ധവുമായ ഉദയനക്ഷത്രമാകുന്നു. ഇന്ന് പോൽക്കാലം ആ കർത്താവിൻ്റെ മുഖത്തെ അന്വേഷിക്കുവാൻ
നമുക്ക് ആ ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാൻ അവൻ തൻ്റെ കടാക്ഷം നൽകി നമ്മെ അനുഗ്രഹിക്കും, നമ്മെ സഹായിക്കും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.